എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് ആസ്പെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ പഠിപ്പിൻ്റെ തിരക്കിലാണ്. നമ്മുടെ ജൂണിലാണ് ഡിഗ്രിയുടെ എക്സാംസ് വരുന്നത്. 2 ദിവസം കൂടിയിട്ട് ഏകദേശം ഒരു 10-16 പേപ്പറുകൾ എഴുതാണ്ട്. കൂടാണ്ട് നമ്മുടെ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാം ജൂൺ 16-ാം തീയതിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പഠിക്കാൻ തന്നെ സമയം തികയാത്ത സിറ്റുവേഷൻസൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോസ് കുറച്ചത്. സാധാരണ വീക്കിലൊരു വീഡിയോ എങ്കിലും അറ്റ്ലീസ്റ്റ് ഇടുന്നത്, 1 or 2 വീഡിയോസ് അറ്റ്ലീസ്റ്റ് ഇടുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ല. പഠിപ്പാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും വീഡിയോസ് ചെയ്യാത്തത്. പിന്നെ ഒരുപാട് പേര് കമൻസിൽ കുറേ കണ്ടൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. മെസ്സേജസ് കാണുന്നുണ്ട്, പലരുടെയും മെസ്സേജ് കാണുന്നുണ്ട്. റിപ്ലൈ ലേറ്റ് ആവുന്നുണ്ടെന്ന് പറയാം. കാരണം നമ്മൾ ആ ഒരു പഠിക്കുന്നൊരു ഫ്ലോയിലിരിക്കുമ്പോൾ മെസ്സേജ് കാണുമ്പോൾ അപ്പോൾ തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് സത്യം പറഞ്ഞാൽ കുറേ റിപ്ലൈസ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പല കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ യൂട്യൂബിൽ എങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്യണം എന്നുള്ള സംഭവം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതൊക്കെയുള്ളൊരു എക്സാം ഒരു എന്താ പറയുക ടൈം ടേബിളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോസ് കമൻറ്റ്സ് ഞാൻ കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ല. ഈ ഒരു എക്സാമിൻ്റെ സമയമാണ് നല്ല ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഇൻ ഫ്യൂച്ചറിൽ കുറച്ചുകൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഫ്രീ ആവും. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും പറയുന്ന കണ്ടൻസൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ചെയ്തുതരാം. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെ ബാക്കിയുള്ള വീഡിയോസ് ഞാൻ ചെയ്തുതരാം. പറ്റിക്കത്തൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടിയും, ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ ചിലപ്പോൾ സൗണ്ട് കുറവുണ്ടാവും. അപ്പോൾ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക. വേറെ ഒന്നും ഉണ്ടല്ല, എനിക്ക് ഫീവറാണ്. കുറച്ച് ദിവസമായി ഫീവർ പിടിപെട്ടിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻറ്റിബയോട്ടിക്കൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒന്നും കംപ്ലയിൻ്റ് അല്ല, എൻ്റെ സൗണ്ട് മാറിയതാണ്. സൗണ്ടും കുറവാണ്. അപ്പോൾ നിങ്ങൾ തന്നെ കുറച്ച് വോളിയം കൂട്ടി വയ്ക്കുക. എനിക്കധികം ഓളിടാൻ പറ്റത്തില്ല. പച്ചവെള്ളമല്ല, കരിക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം കുറച്ച് എനർജിക്ക് വേണ്ടിയിട്ട്. അത്രയും ടയേർഡാണ്. പക്ഷേ ഇത്രയും ടയേർഡാണെങ്കിലും ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇത് നീട്ടി വെച്ചിട്ട് കാര്യമില്ല. ഫീവർ എന്തായാലും എന്നോട്ട് ഇപ്പം അടുത്തൊന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന് പോകാനുള്ള യാതൊരു ആഗ്രഹമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കൂടിയതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ഇപ്പം തന്നെ ചെയ്യണമെന്ന് തോന്നി. ഇനി ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ ലാസ്റ്റ് ഇയറിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാം. ആസ് എ മലയാളി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം ഒരുപാട് മലയാളികൾ ആ റാങ്ക് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ടോപ്പ് 10 ഉള്ളിൽ വന്ന സിദ്ധാർത്ഥ്, 4th റാങ്ക് എത്തിയ സിദ്ധാർത്ഥ്, അങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരുടെ സ്ട്രഗിളും കഷ്ടപ്പാടുകൾക്കൊക്കെയുള്ള റിസൾട്ട് അവർ കിട്ടി. നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. നിങ്ങൾ നേടിയെടുത്താണ് ഞങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയ വഴികളൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എന്തായാലും വലിയൊരു ബിഗ് കൺഗ്രാറ്റ്സ്. പിന്നെ അത് കൂടാണ്ട് ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടുത്തെത്തി 1100 സംതിങ് ഒക്കെയാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ അതുവരെ എത്തി അതിലേക്ക് കയറാൻ പറ്റേണ്ട 1500, 1600, 1400, 1800 ഒക്കെ ആയി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അവരോട് ആണ് ഇനി പറയാനുള്ളത്. ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ആ ക്ലോസ് ലെവൽ വരെ എത്തിയിട്ടുണ്ട്. അടുത്ത നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നിങ്ങൾ അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാണ്ട് നിങ്ങൾ വീണ്ടും പഠിക്കുക. ഇപ്പോൾ പഠിച്ച അതേ ഒരു എഫേർട്ട് ഇട്ടിട്ട് വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും അത് കിട്ടും. ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ സാധിക്കും. ഇനിയാണ് നമ്മളെ കണ്ടന്റിലേക്ക് കിടക്കുന്നത്. ഇനി അവരുടെ വരവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിവിൽ സർവീസ് എക്സാം പാസ്സായി, ഒരുപാട് പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നു. അതിൽ ടോപ്പ് 10 വരെ എത്തിയ മലയാളികളുണ്ട്. ടോപ്പ് 100 ഉൾപ്പെട്ട ഒരുപാട് മലയാളികളുണ്ട്. അത് അവരുടെ കഷ്ടപ്പാടും എഫേർട്ടുമാണ്. അതുകൂടാണ്ട് അവരുടെ ഫാമിലി, ഫ്രണ്ട്സ്, കൂടാണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും കഷ്ടപ്പാടുണ്ട്. അവരുടെയും പ്രിപ്പറേഷൻ, കോച്ചിങ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഇനിയാണ് ഇതിൻ്റെ കുറച്ച് കളികൾ വരുന്നത്. അതായത് സിവിൽ സർവീസ് എന്ന എക്സാമിന് വേറൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കണ്ടെത്താം. ഓരോ വർഷം കോടിക്കണക്കിന് രൂപയാണ് ഈ സിവിൽ സർവീസ് എക്സാം കോച്ചിങ്ങിൻ്റെ മറവിൽ കിടന്ന് റോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ ഇപ്പോഴത്തെ ടോപ്പ് നമ്പർ 1 പോയിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാം കോച്ചിങ്. പണ്ട് ഡൽഹിയിലൊക്കെ ആയിരുന്നു. നമ്മുടെ 12th ഫെയിൽ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ 12th ഫെയിൽ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് പേര് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഡൽഹിയിൽ വന്ന് കിടക്കുന്നതും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതിൽ പലരും സക്സസ് ആവേണ്ട ഫെയിൽ ആവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ആ ബിസിനസ് നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പണ്ട് എങ്ങനെയാണ് പറയുക, മുക്കിന് സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ പൊന്തി വരാമെന്ന് പറയും. ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ നാട്ടിലിപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്തൊക്കെ ഇഷ്ടം പോലെ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററാണ്. എറണാകുളമായാലും തൃശ്ശൂരായാലും കോഴിക്കോടായാലും അങ്ങനെ മേജറായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഇപ്പോൾ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. ഞാനൊരിക്കലും നല്ല കോച്ചിങ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല സപ്പോർട്ട് കൊടുക്കുന്ന, നല്ല ട്രെയിനിങ് കൊടുക്കുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് എതിരേ അല്ല.
അവർ നല്ല കാര്യമാണ് ചെയ്യുന്നത്. ആ എമൗണ്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ട പ്രോപ്പറായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കോച്ചിങ് സെൻറ്റേഴ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എനിക്ക് കൂടുതലായിട്ട് അറിയത്തില്ല ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളോട്. പക്ഷേ ഞാൻ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു ഫാക്ടറാണ് പറയുന്നത്. ഒരു കുട്ടി സിവിൽ സർവീസ് എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ഫ്ലെക്സ് അടിക്കും. ആ ഫ്ലെക്സ് അടിച്ചിട്ട് അവർ അതിൻ്റെ അടിയിൽ എഴുതി വയ്ക്കും, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായ കുട്ടിയാണ്, ഞങ്ങളെ ട്രെയിനിങ് കൊണ്ടാണ് ഈ കുട്ടി പാസ്സായത് എന്നുള്ള രീതിയിലൊരു ഡയലോഗും കൊടുത്തിട്ട് ആ കുട്ടിയുടെ ഫ്ലെക്സ് അടിച്ച് വയ്ക്കും. പക്ഷേ നമ്മൾ പലരും അതിൽ വീണ് പോകും. സാധാരണക്കാരായ ഒരാൾ അത് കാണുമ്പോൾ പെട്ടെന്ന് അട്രാക്റ്ററായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ബാക്കിൽ ചെറിയ കളി നടക്കുന്നുണ്ട്. പലപ്പോഴും പല സ്റ്റുഡൻസും ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുൾ ടൈം കോച്ചിങ് ചെയ്തവരാവില്ല. അതായത് 1+ ഇയേഴ്സൊക്കെ കോച്ചിങ് ചെയ്തവരാവില്ല. അതായത് PCM പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ച് ചെയ്തവരാവില്ല ഈ സിവിൽ സർവീസ് എക്സാം പാസ്സായിട്ട്. ചിലപ്പോൾ അവർ മോക്ക് ടെസ്റ്റ് ചെയ്തവരാവും, മോക്ക് ഇൻ്റർവ്യൂ ചെയ്തവരാവും, അല്ലെങ്കിൽ മെയിൻസ് മാത്രം പ്രിപ്പയർ ചെയ്തവരാവും, അല്ലെങ്കിൽ CSAT മാത്രം പ്രിപ്പയർ ചെയ്തവരും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, അവൻ ഞങ്ങൾ വളർത്തിയെടുത്തൊരു സ്റ്റുഡൻ്റാണ്, ഞങ്ങളുടെ ടാലൻറ്റ് മുഖേനയാണ് അവർ പാസ്സായത്. പക്ഷേ അവർ പലപ്പോഴും പറയാൻ മടിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ, അതായത് ആ കുട്ടി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു സെക്ഷൻ ചെയ്തിട്ടാണ് പാസ്സായതെന്നുള്ളത്. ചിലപ്പോൾ ഈ പറഞ്ഞ PCM ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂ മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇൻ്റർവ്യൂ ആവും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. പക്ഷേ നമ്മൾ മുമ്പ് എന്താവും, അവർ പറയാം ഈ കുട്ടി ഞങ്ങളുടെ കൂടെ പഠിച്ചാണ്, നല്ല ടോപ്പാണ്. ഈ ഒരു സീൻ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ 12th ഫെയിൽ എന്നാണ് മൂവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ മൂവി ഇറങ്ങണേക്കാളും മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആഡ്സിനെ കുറിച്ചിട്ട്. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടി റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് കൊടുക്കാം, പക്ഷേ ഒറ്റ കണ്ടീഷനുള്ളൂ, ആ കുട്ടി എന്ത് കോഴ്സാണ് അവിടെ ചെയ്തതെന്നുള്ളത് കൊടുക്കണമെന്നുള്ളത്. അത് കൊടുത്തൊരു 5-6 മാസത്തേക്ക് ആ ഒരു ഫ്ലോയിൽ ആ കറക്റ്റ് ആ ഒരു സ്റ്റുഡൻറ്റ് ഏത് കോഴ്സാണ് ചെയ്തത്, PCM ആണോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ആണോ മോക്ക് ഇൻ്റർവ്യൂ ആണോ എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്തൊക്കെ ഞാൻ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ നോക്കിയപ്പം ഒരു മാറ്റമില്ല, എല്ലാം ഓൾഡ് ശങ്കര സ്റ്റിൽ ഓൺ കോക്കനട്ട് ട്രീ എന്ന് പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ തന്നെ അവർ ടോപ്പ് റാങ്കർ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആഡ് കാണുമ്പോൾ സാധാരണക്കാരായ നിങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ളവർ കണ്ണും തള്ളി പോയി വേണ്ടിയിരിക്കാൻ നോക്കുക, പോയിട്ട് ചോദിക്കുക, ഈ കുട്ടി നിങ്ങളവിടെ ജയിച്ചാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഇവിടെ എന്തൊക്കെ പഠിച്ചു, അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക. ഇതൊക്കെ ചെയ്യാൻ ചമ്മലായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്നും ചെയ്യേണ്ട. നിങ്ങളവിടെ പോയതിന് ശേഷം നിങ്ങളവിടെ ഒരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ക്ലാസ്സിന് കയറാൻ നോക്കുക. അവർക്ക് പറയാം, ഞങ്ങൾക്കൊരു ഡെമോ ക്ലാസ് വേണം, ഒരു 5 ഡേയ്സിൻ്റെ ഡെമോ ക്ലാസ് വേണം, എന്നിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റുണ്ടോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. ആ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നിങ്ങളവിടെ ജോയിൻ ചെയ്യാം. എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ 100% ഞാൻ ജോയിൻ ചെയ്യാം, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു ആഡ് കണ്ടിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവർ ചോദിക്കുന്ന പണ്ടത്തെ കേസ് എനിക്കറിയത്തില്ല, ഇപ്പോൾ ഒക്കെ ഏകദേശം ഓൾമോസ്റ്റ് 1 ലക്ഷത്തിന് മേലെയൊക്കെയാണ് PCM പ്രിലിംസ് കംസ് മെയിൻസ് ബാച്ചിനൊക്കെ ഫീ ചോദിക്കുന്നത്. 1 ലക്ഷം 1.5 ലക്ഷമൊക്കെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോച്ചിങ് ഫീ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത്ര ഒരു എമൗണ്ട് നിങ്ങളിപ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്നൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അച്ഛനമ്മയൊക്കെ ഒരു 1.5 ലക്ഷമൊക്കെ ഉണ്ടാക്കണേ എന്തോരം കഷ്ടപ്പെടുന്നത് എനിക്കറിയാം. മീൻസ് ഞാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. എനിക്കൊക്കെ 1 ലക്ഷമൊക്കെ കയ്യിൽ നിന്ന് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചത്ത് മറ്റേ ടിപ്പർ കയറ്റുന്ന നല്ല കല്ലിഞ്ചം കയറ്റുന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇത്ര എമൗണ്ട് കൊടുത്ത് നിങ്ങൾ അവർ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ അന്വേഷിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനോട് ഇഷ്ടമുണ്ടോ, അല്ലെങ്കിൽ വീട്ടുകാർ കൂട്ടുകാർ നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻട്രസ്റ്റിലാണോ പോകുന്നത് എന്ന് നോക്കണം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ പരസ്യത്തിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ പുറകിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയണം. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടുത്തെ ക്ലാസ് ഇഷ്ടമാണോ, അവിടുത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇത് ഓഫ്ലൈൻ സ്റ്റഡീസ് മാത്രമല്ല, ഓൺലൈനായാലും റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും എന്തായാലും റെക്കോർഡ് ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ അവിടെ ചോദിക്കാം. ഞങ്ങൾക്ക് ഡെമോ ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് അയച്ചു തരാൻ പറയാം. എന്നിട്ട് അത് കയറിയിട്ട് നോക്കാം, അവർ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ജോയിൻ ചെയ്താൽ മതി. 1 ലക്ഷം എന്നൊക്കെ പറയുന്നത് മിനിമമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മിനിമം ഒരു എമൗണ്ടാണ് ഈ 1 lakh എന്നൊക്കെ പറഞ്ഞത്. ഏറ്റവും കുറവാണ് 1 lakh ഒക്കെ പറയാൻ പറ്റില്ല, അതിന് കൂടുതൽ എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ വേറെ സംഭവം ഉണ്ട്, സ്കോളർഷിപ്പ്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പെഷ്യലി ഇപ്പോൾ വരുന്ന ഈ ഒരു 1 month 2 months ടൈമിൽ റാങ്ക് ലിസ്റ്റൊക്കെ വന്ന് ഇരിക്കുന്ന സമയത്ത്, അതായത് നമ്മുടെ ഒരു മാർച്ച് തൊട്ടിട്ട് ജൂലൈ ഓഗസ്റ്റ് വരെ സമയത്തൊക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. 100% സ്കോളർഷിപ്പ്. പരസ്യത്തിൽ എങ്ങനെയാണെന്ന് അറിയോ, 100% സ്കോളർഷിപ്പ് എന്നിട്ടൊരു മുള്ളമ്പന്നിൻ്റെ രൂപത്തിലൊക്കെ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റെഡ് കളറൊക്കെ കൊടുത്ത് നല്ല ബോർഡറൊക്കെ സെറ്റപ്പ് ചെയ്ത് ഭംഗിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ 100% സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും കൊടുക്കുന്നതല്ല. ആഡ് കണ്ടിട്ട് അപ്പം തന്നെ നിങ്ങൾ ഓടിപ്പോണ്ട. അതിൻ്റെ അടിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ചെറുതായിട്ട്. അതായത് നമ്മൾ ഒരു സ്റ്റാർ ഇട്ടിട്ട് താഴത്ത് കുഞ്ഞക്ഷരം കടുകുമണിയുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ സ്കോളർഷിപ്പ് എല്ലാവർക്കും ഇല്ല. ഏറ്റവും ടോപ്പ് 1 റാങ്കിൽ എത്തുന്ന ആൾക്ക് 100 സ്കോളർഷിപ്പ്, ടോപ്പ് 2 to 4 വരുന്ന ആൾക്കാർക്ക് 50% സ്കോളർഷിപ്പ്, ടോപ്പ് 5 to 10 വരുന്ന ആൾക്ക് 25% സ്കോളർഷിപ്പ്. ഇത്രയും സ്കോളർഷിപ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. സ്കോളർഷിപ്പ് പൈസ എന്നതിനേക്കാൾ ഉപരി വേറൊരു കാര്യങ്ങളുണ്ട്.
നിങ്ങൾക്ക് ഈ സാധനം പഠിക്കാൻ ഇഷ്ടമല്ല, വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും പുഷിലാണ് നിങ്ങൾ വരുന്നെങ്കിൽ നിങ്ങൾ ഈ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് കിട്ടി, ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റി നിൽക്കുക. ആ പഠിക്കാൻ പറ്റി നിങ്ങളവിടെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അവിടെ പാസ്സാകാൻ പറ്റി. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്നത് ആ 1 ലക്ഷമോ മറ്റൊന്നല്ല, നിങ്ങളുടെ ആ ഒരു വർഷമാണ്. ഒരു വർഷം പോകാന്ന് വെച്ചാൽ ലൈഫിൽ 365 ദിവസം പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ 23-24 വയസ്സൊക്കെ ഉള്ള ഒരാളാണെന്ന് ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫേക്ക് ആഡ്സിലൊന്നും പോയിട്ട് തല വയ്ക്കാണ്ടിരിക്കാൻ നോക്കുക. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കോമൺലി, അതായത് നമ്മളിപ്പോൾ ടെക്നോളജിക്ക് ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഈ വളർന്നതിൻ്റെ പേരിൽ നല്ല വശങ്ങളുണ്ട്, ദോഷവശങ്ങളുണ്ട്. നല്ല സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ല എടുക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ജില്ല എടുത്തോ, ട്രിവാൻഡ്രം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു കുന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുക. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഗൂഗിൾ റിവ്യൂസ് വരും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ബോധം പോകും. 5/5 അല്ലെങ്കിൽ 4/4 4.9 ഒക്കെ റിവ്യൂസ് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ സെർച്ച് ചെയ്യുന്ന പോലെ ഒരു 10 മെയിൽ അക്കൗണ്ട് അവർക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 100 മെയിൽ അക്കൗണ്ട് അവർക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. അത് വെച്ചിട്ട് കയറിയിട്ട് അവർ 10 പോസിറ്റീവ് 100 പോസിറ്റീവ് റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സിമ്പിളാണ്. അതാണ് അതിൻ്റെ പൊട്ടവശം. ആർക്ക് വേണേലും ഗൂഗിളിൽ മെയിൽ അക്കൗണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അവിടെ പഠിക്കുന്ന ഒരു 100 പിള്ളേർത്തോണ്ട് നിങ്ങൾ പോയിട്ട് പോസിറ്റീവ് റിവ്യൂ ഇടണം. എന്നാൽ അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ഡിസ്കൗണ്ട് തരുന്നതാണ്. ഓഫ്കോഴ്സ് ആരായാലും പോയിട്ട് ആ 10,000 രൂപ വാങ്ങിച്ചിട്ട് ഡിസ്കൗണ്ട് ഉള്ളൂ. അതായത് പുരകത്തുമ്പോൾ വെട്ടുക എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് കിട്ടുന്ന പൈസ തിരിച്ച് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ആ 10,000 രൂപ കൊടുത്തിട്ട് ചിലപ്പോൾ റിവ്യൂ ഇട്ട് തരും. ഗോഡ്നസ് നമുക്കറിയാൻ പറ്റത്തില്ല, നമുക്കൊന്നും പറയാനും പറ്റത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ റിവ്യൂസിനൊക്കെ മാക്സിമം നമ്പാണ്ടിരിക്കാൻ നോക്കാം. നിങ്ങൾ ചെയ്യേണ്ട മെയിൻ സംഭവം, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നെയിം വെച്ചിട്ട് ഇൻസ്റ്റാ അക്കൗണ്ട് ഉണ്ടാവും, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും, യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടാവും. അതിൽ ജെന്യുവിനായിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ടാവും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നത്. അവർക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. നമ്മൾ ഒരുപാട് പേർക്ക് ഡെയിലി മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ്. അപ്പോൾ അവർക്കൊന്ന് മെസ്സേജ് ചോദിക്കുക, എങ്ങനെയുണ്ട് അവിടുത്തെ കോച്ചിങ്, നല്ല കോച്ചിങ് ആണോ, പഠിപ്പിക്കണ്ടോ, പൈസ കൊടുത്തിട്ടാണ് വരുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ എന്നുള്ളതൊന്ന് പോയി ചോദിക്കുക, ആ ഫ്രണ്ട്സിൻ്റെ ചോദിക്കുക. അതുകൂടാണ് നിങ്ങൾ നേരിട്ട് പോയി ചോദിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മോക്ക് ടെസ്റ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഡെമോ ക്ലാസ്സസ് അല്ലെങ്കിൽ റെക്കോർഡഡ് ഓൺലൈൻ സെക്ഷൻ ആണെങ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണോ നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാം. 1 ലക്ഷം എന്നതിനേക്കാൾ ഒരുപാട് വില ഉണ്ട് നിങ്ങളുടെ ഒരു വർഷത്തിന്. പലരും ചിലപ്പോൾ സിവിൽ സർവീസ് എക്സാമിൻ്റെ ആ ഒരു വർഷം അതിൻ്റെ പുറകെ പോയി പ്രിലിമിനറി എക്സാം ജസ്റ്റ് പാസ്സായി പ്രിലിംസ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ടെൻഡൻസി വരും, നമുക്കിവിടെ വരെ എത്താൻ പറ്റി, നമുക്കിനി ഒരു അറ്റംപ്റ്റും കൂടി എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കാന്നുള്ളത്. അങ്ങനെ അറ്റംപ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ത്വരാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ആഗ്രഹം ചെയ്തു, പക്ഷേ വേറൊരാളെ പുഷിൽ ചെയ്യാൻ പോയത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 2ാമത്തെ വർഷം പോകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കുറച്ച് കമൻറ്റ് ബോക്സിൽ കുറച്ച് കമൻസിൽ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് പൊളിയാണ്, അടിപൊളിയാണെന്നുള്ളത്. എനിക്കറിയത്തില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പലരും ഇൻസ്റ്റിറ്റ്യൂട്ട് അടിപൊളിയാണെന്ന്. പലരുടെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം ഒറ്റയ്ക്ക്, ഇത്രയും പിള്ളേർ പറഞ്ഞിട്ട് അടിപൊളിയാണ്, സൂപ്പറാന്ന് പറയാം. ഈ യൂട്യൂബിലായാലും ഈ പറഞ്ഞ പോലെ 100 ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് 100 ഇമെയിൽ അക്കൗണ്ടിൽ നിന്ന് വന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. അവർ പോസിറ്റീവ് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്വയം കേട്ടറിവിനേക്കാൾ കണ്ടറിയാൻ നോക്കുക. നിങ്ങൾ പോയി അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഇടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് പിള്ളേർ ഒരുപാട് പേര് ഈ സിവിൽ സർവീസിൽ നിന്ന് ഡ്രീമിൽ, അതായത് കുറച്ച് ദിവസമായിട്ട് മീഡിയയിൽ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന കാര്യം സിവിൽ സർവീസാണ്. റാങ്ക് ലിസ്റ്റിൽ ടോപ്പായി വന്നവരുടെ പേരുകളാണ് പലരും. അവരിട്ട എഫേർട്ടുകൾ വയ്യാണ്ടിരുന്നിട്ടും ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുകൾ ഒരുപാട് പേര് എഫേർട്ട് ഇട്ട് പഠിച്ചു വന്നിട്ടുണ്ട്. അവരുടെ കൂടെ തന്നെ പലരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പേരുകളൊക്കെ വരുന്നുണ്ട്. ചില ന്യൂസുകാർ മാത്രം അവിടെ മോക്ക് ഇൻ്റർവ്യൂസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് അവർ ഇൻ്റർവ്യൂവിനെ പ്രിപ്പയർ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഭൂരിഭാഗം പേര് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല. അപ്പോൾ നിങ്ങൾ ആഡിൽ വിശ്വസിച്ച് അതിൻ്റെ ഉള്ളിൽ പോയി ചാടാണ്ടിരിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ട്രൈറ്റ് പോവുക ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോട് ചോദിക്കുക, ഇങ്ങനെ തന്നെ ഡീറ്റെയിൽസ് ചോദിക്കുക. ഓക്കെ ആണോ, ജോയിൻ ചെയ്തോ, ഒരു പ്രശ്നമില്ല. ഞാനൊരിക്കലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും പൊട്ടയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്, അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്. സ്കോളർഷിപ്പ് പാവപ്പെട്ട ഒരുപാട് പിള്ളേർക്ക് 100% അല്ലെങ്കിൽ 50% സ്കോളർഷിപ്പ് കൊടുക്കുന്നവരുണ്ട്, ഫീസ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ഒറ്റയടിക്ക് എമൗണ്ട് അടയ്ക്കാൻ പറ്റാത്തവർക്ക് EMI സ്കീമിൽ കൊടുക്കുന്നവരുണ്ട്. ചിലരിലൂടെ പഠിക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്ക് അടയ്ക്കുകയാണെങ്കിൽ 50,000 രൂപ, EMI അടയ്ക്കുകയാണെങ്കിൽ 80,000 രൂപ. എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ടായതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു ഓഫർ വന്നിട്ടുണ്ടായ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഒറ്റയടിക്ക് അടയ്ക്കാനേ 1,12,000, അതല്ലാതെ തന്നെ 1,40,000 സംതിങ് എമൗണ്ട്. എന്താണെന്നറിയില്ല, ബിസിനസ്സാണ് അവർക്കത്. അപ്പോൾ തന്നെ ഞാൻ അവ ക്ലോസ് ചെയ്തിട്ടു, ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഇങ്ങനെ EMI ഒക്കെ ആക്കിയിട്ട് പലിശ ഒന്നും ഇല്ലാണ്ട് സാധാരണ EMI ആക്കിയിട്ട് പിള്ളേരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നന്നായി പഠിപ്പിക്കുന്ന ഒരുപാട് കഴിവുള്ള സാറുമാരുണ്ട്. അങ്ങനെയുള്ള നല്ല സാറുമാരുടെ കയ്യിൽ എത്തിപ്പെടാൻ നോക്കുക. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യമായിട്ടും നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് നേടാൻ പറ്റും.
ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാണ്ട് സിവിൽ സർവീസ് നേടിയ ഒരുപാട് പേര് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഇൻസ്പിറേഷനായി എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നോക്കാം. ചുമയൊക്കെ ഉണ്ട്, എന്നിട്ടും ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തോന്നി. ഞാൻ മുമ്പ് ഇതിൻ്റെ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മുമ്പ് പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഫേക്ക് ആഡ്സിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോ ഈ ഒരു വീഡിയോയുടെ മറ്റേ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, അതുകൊണ്ടാണ് ഇൻഫോയിൽ കൊടുക്കാം, ഈ വീഡിയോ എൻ്റെ സ്ക്രീനിൽ ഞാൻ കൊടുക്കാം. കാരണം അറിഞ്ഞിരിക്കണം നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടുമ്പോൾ. പിന്നെ പറയാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, സിവിൽ സർവീസ് എക്സാമിന് ജയിച്ചവരെക്കാളേറെ ഉള്ളത് തോറ്റവരാണ്. നമ്മളിപ്പോൾ 12th ഫെയിൽ മൂവി കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്രയോ പേര് സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്നുണ്ട്. അതിൽ ചുരുക്കം ചിലർ മാത്രമേ ജയിച്ചു പോകുന്നുള്ളൂ. അത് സത്യം പറഞ്ഞാൽ അവരുടെ എഫേർട്ടാണ്. അവരത്രയും ആഗ്രഹിക്കുന്നുണ്ട്, അത്രയും ഹാർഡ് വർക്ക് അവർ കൊടുക്കുന്നതുകൊണ്ടാണ് അവർ സിവിൽ സർവീസ് എക്സാം എഴുതുന്നത്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഹാർഡ് വർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും കൊട്ടിഘോഷിച്ച് ആഘോഷിച്ച് വരുള്ളൂ. അതുവരെ നിങ്ങളൊരു സ്ലീപ്പർ സെൽ മോഡലാണ്. നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയത്തില്ല, നിങ്ങളാരും പുകഴ്ത്താനോ പൊക്കി പറയാനോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ വരത്തില്ല. ഇൻഫാക്റ്റ് ഈ പറഞ്ഞ സോക്കോൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും നിങ്ങളുടെ പുറകെ വരത്തില്ല. ഞങ്ങൾ ഇവിടെയാണ് പഠിച്ചതെന്ന് പറയുന്നത്. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ പുറകെ വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നിങ്ങളെങ്കിലും നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കാൻ നോക്കുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഫ്യൂച്ചറിൽ സിവിൽ സർവീസ് എക്സാം എഴുതി പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്ന് വരാനുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെ പുറകെയും ഒരുപാട് പേര് മീഡിയയും മൈക്കൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചതെന്ന്. അപ്പോൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് എന്ന് മാത്രം പറയാണ്ട് നിങ്ങൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന കോഴ്സാണ് പഠിച്ചത്, അവിടെ ഇന്ന കോഴ്സ് അടിപൊളിയാണെന്ന് എന്ന് നിങ്ങൾ ഫുള്ളായിട്ട് പറയാൻ ശ്രമിക്കല്ല ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുള്ളാവും. ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജയിച്ചവരുടെ കഥ കേൾക്കാനാണ് എല്ലാവരും ഉണ്ടായിട്ടുള്ളൂ. കഷ്ടപ്പെട്ടിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിട്ട് അല്ലെങ്കിൽ സ്വയം പ്രിപ്പയർ ചെയ്തിട്ട് ഫെയിലായി പോയവരുടെ കഥ കേൾക്കാരും ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ ഫെയിലായവരുടെ കഥ ഒരുപാട് പേരുടെ കഥ നമ്മൾ കേൾക്കണം. എന്നാലാണ് നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടും പൊട്ട ഇൻസ്റ്റിറ്റ്യൂട്ടും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. 2024 സിവിൽ സർവീസ് എക്സാം വരികയാണ്. ജൂൺ 16-ാം തീയതി ആയിട്ടാണ് സിവിൽ സർവീസ് എക്സാം വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പലരും പല കണ്ടൻറ്റ് വീഡിയോസും ചെയ്യാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻസും പിന്നെ പഠിക്കാനുള്ള ഒരുപാട് സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. വീക്കിലി ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുള്ള കണ്ടൻറ്റുകൾ ഞാൻ എന്തായാലും ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ സിവിൽ സർവീസ് എക്സാം എഴുതിയ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ പൂവണിഞ്ഞു എന്നൊക്കെ പറയാം. ഞങ്ങളുടെ സ്വപ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, ഡേ ടു ഡേ ആ ഒരു പ്ലാൻ കറക്റ്റായിട്ട് പോവുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, GK നോളജ് കറക്റ്റ് ചെയ്യുക, സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, CSAT മാർക്ക് ചെയ്ത് CSATന് മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് 33% ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്ക് സിവിൽ സർവീസ് എഴുതാൻ പറ്റുള്ളൂ. പേപ്പർ 1 അല്ല പേപ്പർ 2 കൂടി പേപ്പർ ബിയും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടാണ്ട് ഇപ്പം എന്തായാലും പറ്റത്തില്ല, കുറച്ച് മുമ്പൊക്കെയാണ് മെയിൻ എക്സാം ഒന്ന് എഴുതി പഠിക്കണമായിരുന്നു. ഇനിയിപ്പോൾ പ്രിലിമിനറി എക്സാമിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. CSAT നോക്കുക, പേപ്പർ എയും പേപ്പർ ബിയും നോക്കുക, നന്നായിട്ട് പഠിക്കുക. വിഷ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ സിവിൽ സർവീസ് എക്സാം 2024. അപ്പോൾ നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.